ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് നല്ല വിളഞ്ഞ ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കിന്ന് നല്ലൊരു കിടിലൻ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ചക്കയുടെ കുരു മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഈ ഒരു രീതിയിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുത്ത ചക്ക നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവും കൂടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം. 3-4 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവൊക്കെ ഒരത്തട്ട കുക്കറിനനുസരിച്ചിരിക്കും. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 5-10 കുരുമുളകും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരിയാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി ചേർത്ത് കൊടുക്കും. ഞാൻ 3-4 കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരി കയ്യിലില്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാവും. കുറച്ചുകൂടി നല്ലത് കാന്താരിയാണ്. ഇനി 3-4 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി മിക്സി മൂടി വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടങ്ങ് അരയേണ്ട, ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേഗം വെച്ചിരുന്ന ചക്ക 5 വിസിൽ വന്നതിന് ശേഷം കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പം നല്ലതുപോലെ തന്നെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. വേവിച്ചെടുത്ത ചക്ക ഒരു ഉരുളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാനുണ്ട്. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 2-3 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു പിടിയോളം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം എന്താ തേങ്ങയുടെ കളറൊക്കെ ചേഞ്ചായി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. ഇതുവരെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.